Hello everyone, a warm greetings to all. ഇന്ന് പൊളിറ്റിക്കൽ സയൻസിലെ ബിഹേവിയറൽ അപ്രോച്ച് എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ട്രഡീഷണൽ അപ്രോച്ച് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ദ അപ്രോച്ചസ് സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ടു. ദേ ആർ ട്രഡീഷണൽ അപ്രോച്ച് ആൻഡ് മോഡേൺ അപ്രോച്ച്. ട്രഡീഷണൽ പീരീഡിൽ പൊളിറ്റിക്കൽ സയൻസ് സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന അപ്രോച്ചുകളാണ് ഫിലോസഫിക്കൽ അപ്രോച്ച്, ഹിസ്റ്ററിക്കൽ അപ്രോച്ച്, ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ആൻഡ് ലീഗൽ അപ്രോച്ച്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഏകദേശം പോസ്റ്റ് വേൾഡ് വാർ ഇറായിൽ, അതായത് ഫസ്റ്റ് വേൾഡ് വാറിന് സെക്കൻഡ് വേൾഡ് വാർ യുദ്ധങ്ങൾക്കിടയിൽ രൂപപ്പെട്ട ഒരു പുതിയ രാഷ്ട്രീയ സമീപന രീതിയാണ് ബിഹേവിയറലിസം. ബിഹേവിയറലിസം emerged after the 20th century. It is a protest movement against the traditional approach in political science. That means behavioralism is a result of weakness of the traditional approach. ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ പോരായ്മകളെ തിരിച്ചറിഞ്ഞ് പൊളിറ്റിക്കൽ സയൻസിനെ കുറെ കൂടി സയൻറ്റിഫിക് ആക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി സമീപന രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയ ഇൻ്റർവാർ പീരീഡുകൾക്കിടയിൽ രൂപം കൊണ്ട സമീപന രീതിയാണ് ബിഹേവിയറലിസം അല്ലെങ്കിൽ മോഡേൺ അപ്രോച്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബിഹേവിയറലിസം. ഇൻ 1925 ദ അമേരിക്കൻ പൊളിറ്റിക്കൽ സയൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ചാൾസ് സി മറിയം opened up a new awakening in the study of political science. അമേരിക്കൻ പൊളിറ്റിക്കൽ സയൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്ന ചാൾസ് സി മറിയം 1925 അന്ന് വരെ നിലനിന്നിരുന്ന പൊളിറ്റിക്കൽ സയൻസ് പഠനരീതികളെ, അതായത് ഫോർമൽ ഓർ ട്രഡീഷണൽ അപ്രോച്ചുകളെ വിമർശന ബുദ്ധിയോട് നോക്കിക്കാണുകയും അതുവരെ പഠിച്ചു വന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഭാവി പൊളിറ്റിക്സിനെ പഠനം നടത്തേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാടോടെ പഠനം നടത്തുകയും ചെയ്തു. അങ്ങനെ ഫോർമൽ അപ്രോച്ചിൽ നിന്നും ഒരു പുതിയ സമീപന രീതിയിലേക്കുള്ള കടന്നുവരവ് ഉണ്ടായി. ട്രഡീഷണൽ അപ്രോച്ചിൽ നിന്ന് വ്യത്യസ്തമായി പൊളിറ്റിക്കൽ സയൻസിനെ ആഴത്തിൽ വസ്തുതകളെ പരാമർശിക്കുന്ന, യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കുന്ന ശാസ്ത്രീയമായ ഒരടിത്തറയിൽ നിന്നുകൊണ്ട് പൊളിറ്റിക്കൽ സയൻസിനെ മനസ്സിലാക്കാൻ കഴിയണം എന്ന ആശയമാണ് ബിഹേവിയറലിസം മുന്നോട്ട് വെക്കുന്നത്. ബിഹേവിയറലിസം എന്ന രീതി ചാൾസ് സി മറിയം തുടങ്ങി വെച്ചുവെങ്കിലും 1927 ഫ്രാങ്ക് കെന്റ് പബ്ലിഷ് ചെയ്ത പൊളിറ്റിക്കൽ ബിഹേവിയർ എന്ന ലേഖനത്തിലൂടെയാണ് ബിഹേവിയറലിസം എന്ന പദത്തിൻ്റെ പ്രചാരം വർദ്ധിക്കുന്നത്. ഫ്രാങ്ക് കെന്റിനെ തുടർന്ന് നിരവധി എഴുത്തുകാർ, ജേർണലിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ബിഹേവിയറലിസം എന്ന പദം കൂടുതലായി ഉപയോഗിച്ചു തുടങ്ങി. എന്നാൽ പൊളിറ്റിക്കൽ സയൻസിൽ ബിഹേവിയറലിസം എന്ന പദത്തിന് പ്രാധാന്യം ഏറുന്നത് 1937 ഹെർബർട്ട് ടിങ്സ്റ്റൺ എന്ന പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് യൂറോപ്പിലെ തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് നടത്തിയ പഠനത്തിൽ നിന്നാണ് ഈ പദം പൊളിറ്റിക്കൽ സയൻസിൽ വന്നത് എന്ന് പറയാം. പൊളിറ്റിക്കൽ സയൻസിൽ ഈ പദം ഉപയോഗിക്കുന്നത് 1937 ഹെർബർട്ട് ടിങ്സ്റ്റൺ ആണ്. ഇപ്പൊ ബിഹേവിയറലിസം എന്ന പദം ഏകദേശം 1930-40കളിൽ രൂപം കൊണ്ട പൊളിറ്റിക്കൽ സയൻസിൽ ബിഹേവിയറലിസം എന്ന പദത്തിന് പ്രാധാന്യമേറുന്നത് ഏകദേശം 1930കളിലാണെന്ന് പറയാം. പൊളിറ്റിക്കൽ സയൻസിൽ ഈ പദത്തിന് കൂടുതൽ അല്ലെങ്കിൽ ഒരു പഠന രീതിയിലേക്ക് പൊളിറ്റിക്കൽ സയൻസിൽ ബിഹേവിയറലിസത്തെ ഡെവലപ്പ് ചെയ്യുന്നത് ഡേവിഡ് ഈസ്റ്റൺ ആണ്. ഡേവിഡ് ഈസ്റ്റൺ പൊളിറ്റിക്കൽ ബിഹേവിയറിനെ അനലൈസ് ചെയ്തുകൊണ്ട് പൊളിറ്റിക്കൽ സയൻസിനെ ഒരു എക്സാക്റ്റ് സയൻസാക്കി മാറ്റാനുള്ള ശ്രമമാണ് ബിഹേവിയറലിസത്തിലൂടെ നടപ്പിലാക്കുന്നത്. സോ ബിഹേവിയറലിസം വാസ് എ റിസൾട്ട് ഓഫ് ദ വീക്ക്നെസ് ഓഫ് ട്രഡീഷണൽ അപ്രോച്ച്. It is the analysis and explanation of political phenomena. It is particularly associated with the work of American political scientists like G.A. Almond, Robert T. Dole, David Easton, Harold Laswell, Carl Dutch, etc. David Easton generally associated with the foundation of the behavioralism. Behaviorism opened up a new awakening in the study of political science or political science research. It is a new method and a trend. And also the aim of this approach was to make political science as an exact science. It adopted new methodologies and techniques to deal with the political behavior of individual and society, and also adopted empirical analysis and interdisciplinary approach. പൊളിറ്റിക്കൽ സയൻസിനെ സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ ബിഹേവിയറിനെ അനലൈസ് ചെയ്തുകൊണ്ട് പൊളിറ്റിക്കൽ സയൻസിനെ സ്റ്റഡി ചെയ്യുന്ന പഠന രീതിയാണ് ബിഹേവിയറലിസം മുന്നോട്ട് വയ്ക്കുന്നത്.
The root of behavioralism traced back to the general system theory. According to Robert Dole, it is a moment for bringing political students into clear contact with the theories, methods, findings and outlook in modern psychology, sociology and economics. And also it was an attempt to make empirical fact of political science more scientific. ട്രഡീഷണൽ പീരീഡിൽ നിന്ന് വ്യത്യസ്തമായി ട്രഡീഷണൽ പീരീഡിൽ വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ട് നിലനിന്നിരുന്ന പൊളിറ്റിക്കൽ സയൻസിനെയും മോഡേൺ പീരീഡ് ആയപ്പോഴേക്കും വാല്യൂസിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ പൊളിറ്റിക്കൽ ബിഹേവിയറിനെ അനലൈസ് ചെയ്തുകൊണ്ട് മറ്റ് സയൻസ് സബ്ജക്റ്റുകളിൽ നിന്നും ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഒക്കെ കടമെടുത്ത് ഒരു ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആക്കി മാറ്റി ഒരു പ്യുവർ സയൻസ് ആക്കി അല്ലെങ്കിൽ ഒരു എക്സാക്ട് സയൻസ് ആക്കി പൊളിറ്റിക്കൽ സയൻസിനെ അനലൈസ് ചെയ്ത് പൊളിറ്റിക്കൽ ബിഹേവിയറിനെ അനലൈസ് ചെയ്തുകൊണ്ട് പഠനം നടത്തുക എന്നുള്ളതായിരുന്നു ബിഹേവിയറലിസം മുന്നോട്ട് വെക്കുന്ന ആശയം. ഒരു എക്സാക്ട് സയൻസ് ആക്കി പൊളിറ്റിക്കൽ സയൻസിനെ മാറ്റാൻ ശ്രമിച്ചു. സോ ബിഹേവിയറലിസം stood for a shift of focusing in study of politics. Behaviouralism as such came to be understood as something wider than the study of political behavior. Behaviouralism primarily concerned with the political behavior of man. The origin of behavioralism can be traced in the writings of Grahamwala in his Human Nature in Politics. The behavioralists reject the traditional view of political science as a philosophy of state and government. In behavioralism, they are primarily concerned with the political behavior of man. Although behavioralism as an approach gained importance after the Second World War, its development is spread over the whole of the 20th century. However, to begin with, the behavioralists had no clarity of the concept. They lacked uniformity of ideas among them. ഒരു എക്സാക്ട് സയൻസ് ആക്കി പൊളിറ്റിക്കൽ സയൻസിനെ മാറ്റാൻ ബിഹേവിയറിസ്റ്റുകൾ ശ്രമിക്കുമ്പോഴും യഥാർത്ഥ പൊളിറ്റിക്സിനെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു പഠന രീതിയാണ് അവലംബിച്ചത്. അതുകൊണ്ട് തന്നെ ബിഹേവിയറിലിസം പൊളിറ്റിക്കൽ സയൻസിന് ശരിയായൊരു കോൺട്രിബ്യൂഷൻസ് നൽകുന്നതിന് കഴിഞ്ഞില്ല. ഒരു യൂണിഫോമിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിന് ചിന്തകന്മാരുടെ ഇടയിൽ തന്നെ ഒരു യൂണിഫോമിറ്റിയിലേക്ക് എത്തുന്നതിനും ബിഹേവിയറിലിസ്റ്റുകൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു വിമർശനമായിട്ട് പറയപ്പെടുന്നു. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ബിഹേവിയറിലിസം. ബിഹേവിയറിലിസത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ, ബിഹേവിയറൽ അനാലിസിസ് റിജക്റ്റ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് റിസർച്ച്. ഇറ്റ് ഐഡന്റിഫൈസ് the behavior of individuals in political situations as a basic unit for research and analysis. ട്രഡീഷണൽ പീരീഡിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് എന്നുള്ളതിനൊക്കെ പ്രാധാന്യം നൽകിയിരുന്നപ്പോൾ, മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകി പഠനം നടത്തിയിരുന്നപ്പോൾ, ബിഹേവിയറലിസ്റ്റുകൾ അനലൈസ് ചെയ്യുന്നത് ആ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനെ റിജക്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ ബിഹേവിയർ എന്ന കോൺസെപ്റ്റിൽ നിന്നുകൊണ്ടുള്ള പഠനമാണ് ബിഹേവിയറലിസത്തിൽ നടപ്പിലാക്കിയത് എന്നുള്ളതായിരുന്നു ബിഹേവിയറലിസത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത. സെക്കൻഡ് വൺ ഈസ് ദാറ്റ് ബിഹേവിയറലിസം ഐഡന്റിഫൈസ് സോഷ്യൽ സയൻസ് ആസ് എ ബിഹേവിയറൽ സയൻസ് and emphasize the unity of political science with the social science. Third one is that it advocates the utilization and the development of more scientific techniques of observing, classifying and measuring data, adjust the use of statistical or quantitative formulations. പൊളിറ്റിക്കൽ സയൻസിനെ ഒരു എക്സാക്ട് സയൻസ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് മറ്റ് സയൻസ് സബ്ജക്റ്റുകളിൽ നിന്ന് കൂടുതൽ സയന്റിഫിക് ടൂൾസ് ആൻഡ് ടെക്നിക്സ് കടമെടുത്തുകൊണ്ട് അതിനെ ഒബ്സർവ് ചെയ്ത് അനലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡേറ്റാസ് കളക്ട് ചെയ്ത് അനലൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് ബിഹേവിയറലിസം ഫോളോ ചെയ്തത്. ദെൻ അനദർ ഫീച്ചർ ഈസ് ദാറ്റ് ഇറ്റ് ഡിഫൈൻസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് സിസ്റ്റമാറ്റിക് എംപിരിക്കൽ തിയറി ആസ് എ ഗോൾ ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. ബിഹേവിയറലിസത്തിൽ സിസ്റ്റമാറ്റിക്കൽ എംപിരിക്കൽ തിയറി എന്നുള്ളതാണ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ഒരു എക്സാക്ട് സയൻസ് ആക്കി മാറ്റുക, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു ബിഹേവിയറലിസം നടപ്പിലാക്കിയിരുന്നത്. അനദർ വൺ ഈസ് ദാറ്റ് ഇറ്റ് എംഫസൈസ് ദി ഇന്റർ ഡിപ്പെൻഡൻസ് ഓഫ് തിയറി ആൻഡ് റിസർച്ച്. മറ്റ് സയൻസ് സബ്ജക്റ്റുകളെ കൂടി ഇന്റർ ഡിപ്പെൻഡന്റ് ചെയ്ത് ആശ്രയിച്ചുകൊണ്ടുള്ള അതിൽ നിന്ന് ടൂൾസ് ആൻഡ് ടെക്നിക്സ് കടമെടുത്തുകൊണ്ടുള്ള ഒരു പഠന പുരോഗതിയിലേക്ക് ബിഹേവിയറലിസം നീങ്ങി എന്നുള്ളതും ബിഹേവിയറലിസത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ബിഹേവിയറലിസത്തിന്റെ പൊളിറ്റിക്കൽ സയൻസിൽ ബിഹേവിയറലിസം ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായ കോൺട്രിബ്യൂഷൻസ് നൽകിയത് ഡേവിഡ് ഈസ്റ്റൺ ആണ്. ഡേവിഡ് ഈസ്റ്റൺ ബിഹേവിയറലിസത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്ത ചില ആശയങ്ങൾ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയറലിസം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഡേവിഡ് ഈസ്റ്റൺ ഐഡന്റിഫൈ 8 മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയറലിസം. He calls these assumptions or characteristics as the intellectual foundations of behavioralism. They are regularities, verification, techniques, quantification, value neutral, systematization, pure science, and integration. Davidson has identified these 8 major characteristics of behavioralism. He calls
these assumptions or characteristics as the intellectual foundations of behavioralism. ഡേവിഡ് ഈസ്റ്റൺ ബിഹേവിയറിസത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്ത ഈ 8 ആശയങ്ങൾ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയറലിസം എന്ന പേരിലും അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഡേവിഡ് ഈസ്റ്റൺ ഈ ഫീച്ചേഴ്സിനെ ക്യാരക്ടറിസ്റ്റിക്സിനെ വിളിച്ചത് ഇന്റലക്ച്വൽ ഫൗണ്ടേഷൻസ് ഓഫ് ബിഹേവിയറലിസം എന്നാണ്. ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് റെഗുലാരിറ്റീസ്. ബിഹേവിയറലിസം എന്ന് പറയുന്നത് തന്നെ പൊളിറ്റിക്കൽ ബിഹേവിയറിനെ അനലൈസ് ചെയ്തുകൊണ്ടുള്ള പഠന രീതിയാണ് ബിഹേവിയറലിസത്തിൽ ഫോളോ ചെയ്തത്. ബിഹേവിയറലിസം മുന്നോട്ട് വെച്ച ഡേവിഡ് ഈസ്റ്റൺ കോൺട്രിബ്യൂട്ട് ചെയ്ത ബിഹേവിയറലിസത്തിന് നൽകിയ ഒന്നാമത്തെ കോൺട്രിബ്യൂഷനാണ് റെഗുലാരിറ്റീസ്. ഇറ്റ് മീൻസ് ദാറ്റ് behavioralism or behavioral approach believes that there are certain uniformities in political behavior which can be expressed in generalizations or theories in order to explain and predict political phenomena. It means that generalization and explanation of regularities. Regularities means a generalization and explanation of regularities. According to David Easton, there are uniformities in the political behavior of individuals. They can be expressed in generalizations or theories on the basis of which political phenomena can be explained and predicted. Second one is that verification. The behavioralists do not want to accept everything as granted. Therefore, they emphasize testing and verifying everything. According to them, what cannot be verified is not scientific. It means that the ability to verify one's generalization. The validity of such generalization should be tested and verified by reference to relevant behavior. The third one is that technique. It is another characteristic contributed by David Easton. It means that an experimental attitude towards techniques. The behavioralists emphasize the political researchers should adopt correct techniques for collecting and interpreting data. പൊളിറ്റിക്കൽ സയൻസ് മറ്റ് ശാസ്ത്രശാഖകളിൽ നിന്ന് കടമെടുത്തുകൊണ്ടാണെങ്കിൽ പോലും ബിഹേവിയറലിസത്തിൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് കടമെടുത്തുകൊണ്ട് പൊളിറ്റിക്കൽ ബിഹേവിയറിനെ അനലൈസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബിഹേവിയറലിസ്റ്റ് പുട്ട് എംഫസൈസ് ഓൺ ദി യൂസ് ഓഫ് ദോസ് റിസർച്ച് ടൂൾസ് ആൻഡ് മെത്തേഡ്സ് വിച്ച് ജനറേറ്റ് വാലിഡ്, റിലയബിൾ ആൻഡ് കമ്പാരിറ്റീവ് ഡേറ്റ. ഡേറ്റാസ് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് ബിഹേവിയറലിസത്തിൽ ഡേവിഡ് ഈസ്റ്റൺ മുന്നോട്ട് വെച്ചത്. ദെൻ ക്വാണ്ടിഫിക്കേഷൻ. ആഫ്റ്റർ കളക്ടിംഗ് ഡേറ്റ, റിസർച്ചേഴ്സ് ഷുഡ് മെഷർ ആൻഡ് ക്വാണ്ടിഫൈ ദോസ് ഡേറ്റ. എക്സ്പ്രസ് റിസൾട്ട് as numbers where possible or meaningful. The behavioralists have great faith in quantification and measure. Then fifth one is that values or value neutral. In traditional approach follow value laden approach, but in behavioralism they follow value neutral approach. Behavioralists have put heavy emphasis on separation of facts from values. They believe that to do objective research one has to be value free. It means that the researcher should not have any preconceived notion or a biased view. വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ളൊരു പഠനം ഒരു സയന്റിഫിക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിനെ എക്സാക്ട് സയൻസ് ആക്കി മാറ്റുന്നതിന് തടസ്സമാകുന്നു എന്ന് കണ്ടുകൊണ്ട് വാല്യൂ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പഠന രീതിയാണ് ബിഹേവിയറലിസത്തിൽ ഫോളോ ചെയ്യുന്നത്. ബിഹേവിയറലിസ്റ്റ് ആർഗ്യൂഡ് ദാറ്റ് റിസർച്ചേഴ്സ് ഷുഡ് നോട്ട് ബി ഇൻ ദി പൊസിഷൻ ടു എക്സാമിൻ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഫ്രം ഇറ്റ്സ് ഓൺ സബ്ജക്റ്റീവ് സ്റ്റാൻഡ് point or valuational judgment. Then sixth one is that systematization. According to behavioralists, research in political science must be systematic. It considering the importance of the theory in research. Behavioralism stresses that research in political science must be capable of arriving at the theory or develop theory. Then seventh one is that pure science. It is another important characteristic contributed by David Easton to behavioralism. Has been its aim to make political science as a pure science. പൊളിറ്റിക്കൽ സയൻസിനെ പ്യുവർ സയൻസ് ആക്കി മാറ്റാനുള്ള ഒരു പരിശ്രമമാണ് ബിഹേവിയറലിസത്തിൽ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡേവിഡ് ഈസ്റ്റൺ ബിഹേവിയറലിസത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്ത ഏഴാമത്തെ ഫീച്ചറാണ് പ്യുവർ സയൻസ്. ബിഹേവിയറലിസ്റ്റ് സെഡ് ദാറ്റ് സയൻസ് ഷുഡ് ബി ഫോർ മാൻ. ഇറ്റ് ഷുഡ് ഹെൽപ്പ് ടു സോൾവ് പ്രോബ്ലംസ്. പ്യുവർ സയൻസ് അപ്രോച്ച് റെഫേഴ്സ് ടു ദി appreciation of the result of the science to the mankind. It means that the research in political science should be the aim at the solution of the problems of society. The eighth one is that integration. According to behavioralists, political science should not be separated from
various other social sciences like history, sociology, and economics, etc. This approach believes that political events are shaped by various other facts in the society, and therefore it would be wrong to separate political science from other disciplines. ട്രഡീഷണലിസത്തിൽ നിന്ന് വ്യത്യസ്തമായി ബിഹേവിയറൽ അപ്രോച്ചിലാണ് ഒരു ഇൻ്റർ ഡിസിപ്ലിനറി സയൻസ് അല്ലെങ്കിൽ ഇൻ്റർ ഡിസിപ്ലിനറി സ്റ്റഡിയുടെ ആവശ്യകത, പൊളിറ്റിക്കൽ സയൻസ് മറ്റ് സബ്ജക്റ്റുകളുമായിട്ടുള്ള ബന്ധം ഒക്കെ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതയെപ്പറ്റി മനസ്സിലാക്കിയുള്ള പഠനം ആരംഭിക്കുന്നത് ബിഹേവിയറലിസത്തിലാണ്. അതുപോലെ തന്നെ ഡേവിഡ് ഈസ്റ്റൺ കോൺട്രിബ്യൂട്ട് ചെയ്ത 8ാമത്തെ ഫീച്ചറാണ് ഇൻ്റഗ്രേഷൻ. മറ്റ് സോഷ്യൽ സയൻസുമായിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസിൻ്റെ റിലേഷൻ അതിലൂടെ പൊളിറ്റിക്കൽ സയൻസിനെ സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ് ഇൻ്റഗ്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ്റഗ്രേറ്റിംഗ് സോഷ്യൽ സയൻസ് ആൻഡ് വാല്യൂസ്. Political science cannot ignore the findings of other discipline without spoiling its own. That means validity and generality of its own result, political science, and therefore it should be integrated with the other social science. Then various criticisms of behavioralism. The behavioral approach has been appreciated by different political thinkers for its merits as mentioned above. However, behavioralist approach has been faced with various criticisms because this approach or behavioral approach to begin with, the behavioralist had no clarity of this concept. They lacked uniformity of ideas among them. Behavioral approach has been faced with various criticisms for its mad craze for scientificism also. ഒരു എക്സാക്ട് സയൻസ് ആക്കി മാറ്റാനുള്ള പരിശ്രമം ബിഹേവിയറലിസത്തെ കൂടുതൽ വിമർശനങ്ങളിലേക്ക് നയിച്ചു. The main criticisms are, first one, too much stress on techniques. This has been criticized for its dependence on techniques and methods, ignoring the subject matter. പൊളിറ്റിക്കൽ സയൻസിലെ റിയാലിറ്റിയെ അല്ലെങ്കിൽ യഥാർത്ഥ സബ്ജക്ട് മാറ്ററിനെ അവഗണിച്ചുകൊണ്ട് ഒരു ഇന്റർ ഡിപ്പെൻഡൻസിലേക്കുള്ള ഒരു പോക്ക് ബിഹേവിയറലിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനമായിരുന്നു. ഇറ്റ് ഹാസ് ടു മച്ച് സ്ട്രെസ് ഓൺ ടെക്നിക്സ്. ടൂൾസ് ആൻഡ് ടെക്നിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി എന്നുള്ളത് ബിഹേവിയറലിസത്തിന്റെ ഒന്നാമത്തെ വിമർശനമായിട്ട് പറയുന്നു. സെക്കൻഡ് വൺ ഈസ് ദാറ്റ് ദ അഡ്വക്കേറ്റ്സ് ഓഫ് ദിസ് അപ്രോച്ച് വെയർ wrong when they said that human beings behave in similar ways in similar circumstances. Second one is that pseudo politics. ഒരു കപട രാഷ്ട്രീയം അല്ലെങ്കിൽ യഥാർത്ഥ പൊളിറ്റിക്സിനെ മറച്ചു വെച്ചുകൊണ്ട് പൊളിറ്റിക്കൽ സയൻസിനെ ഒരു എക്സാക്ട് സയൻസാക്കി മാറ്റാൻ ശ്രമിച്ചതിലുള്ള കപടതയും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. Then another criticism is that it is a difficult task to study human behavior and to get a definite result. Then most of the political phenomena are unquantifiable. Therefore, it is always difficult to use scientific method in the study of political science. Another important criticism is that behavioralism, it avoid values. Valuesന് അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പഠനം പൊളിറ്റിക്കൽ സയൻസിൽ സാധ്യമല്ല. അപ്പോൾ വാല്യൂ ന്യൂട്രൽ ആയതും വിമർശകർ ഇതിനെ വിമർശിക്കുന്നതിന് കാരണമായി. ദെൻ ഒരു എസ്കേപ്പിസ്റ്റ് ടെൻഡൻസി അല്ലെങ്കിൽ ഒരു എസ്കേപ്പിസം ആയിരുന്നു ബിഹേവിയറലിസം എന്ന് വിമർശകർ പറയുന്നുണ്ട്. കാരണം യഥാർത്ഥ പൊളിറ്റിക്സിനെ മറച്ചു വെച്ചുകൊണ്ട് പൊളിറ്റിക്കൽ സയൻസിനെ ഒരു എക്സാക്ട് സയൻസായി പ്യുവർ സയൻസാക്കി മാറ്റുന്നതിനുള്ള ഒരു ശ്രമം മാത്രമായിരുന്നു ബിഹേവിയറലിസത്തിൽ നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഇതൊരു എസ്കേപ്പിസ്റ്റ് ടെൻഡൻസി ഫോളോ ചെയ്തു എന്ന് വിമർശകർ വാദിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനമാണ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അതർ സോഷ്യൽ സയൻസസ്. പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഐഡൻറ്റിറ്റിയേക്കാൾ കൂടുതൽ മറ്റ് സോഷ്യൽ സയൻസുകളെ ആശ്രയിച്ചു എന്നുള്ളതും ബിഹേവിയറലിസത്തിൻ്റെ ഒരു വിമർശനമായിട്ട് കാണുന്നുണ്ട്. പൊളിറ്റിക്കൽ സയൻസിൻ്റെ അല്ലെങ്കിൽ പൊളിറ്റിക്സിൻ്റെ യാഥാർത്ഥ്യത്തെ ബ്രൂട്ട് റിയാലിറ്റിയെ കണ്ടില്ല എന്ന് നടിച്ചു എന്നുള്ളതും ബിഹേവിയറലിസത്തിൽ വിമർശകർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനമാണ്. അങ്ങനെ പൊളിറ്റിക്കൽ ബിഹേവിയറിനെ അനലൈസ് ചെയ്തുകൊണ്ട് പൊളിറ്റിക്കൽ സയൻസിനെ ഒരു എക്സാക്ട് സയൻസാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ട്രഡീഷണൽ അപ്രോച്ചിൽ നിന്ന് വ്യത്യസ്തമായി വാല്യൂ ന്യൂട്രലായി ഒരു കൂടുതൽ ടൂൾസ് ആൻഡ് ടെക്നിക്സിനെ ആശ്രയിച്ചുകൊണ്ട് ഒരു ഇൻ്റർ ഡിസിപ്ലിനറി സയൻസായി മാറിക്കൊണ്ട് മറ്റ് സോഷ്യൽ സയൻസുകളെ കൂടുതൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു പഠന രീതിയാണ് ഫസ്റ്റ് വേൾഡ് വാറിനും സെക്കൻഡ് വേൾഡ് അല്ലെങ്കിൽ പോസ്റ്റ് വേൾഡ് വാർ ഇറായിൽ രൂപപ്പെട്ടു വന്ന ഒരു ആശയമാണ്. പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു പഠന രീതിയാണ് ബിഹേവിയറലിസം എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് പൊളിറ്റിക്കൽ ബിഹേവിയറിനെ അനലൈസ് ചെയ്തുകൊണ്ട് പൊളിറ്റിക്കൽ സയൻസിനെ സ്റ്റഡി ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റിനായിരുന്നു. വാല്യൂ ന്യൂട്രലായി നിന്നു എന്നുള്ളതും പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവോയ്ഡ് ചെയ്തു എന്നുള്ളതും ബിഹേവിയറലിസത്തിൻ്റെ എടുത്തു പറയത്തക്ക വിമർശനങ്ങളായിട്ടും പറയപ്പെടും. ഓക്കെ, താങ്ക് യു.